ടെഹ്റാനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ആളുകളെ ഒഴിപ്പിക്കാൻ IDF ആവശ്യപ്പെട്ടു. ഡിസ്ട്രിക്ട് 3-ലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെഹ്റാനിൽ വ്യോമമാർഗത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നേടിയെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്രായേലിനെതിരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ടെൽ-അവീവ്, ഫഹ എന്നീ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് നടക്കുന്നത്. ഇറാനിലെ എംബസി അടച്ചുപൂട്ടുകയും പൗരന്മാരെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നതായി ഖാന പ്രഖ്യാപിച്ചു. മനു ഭരത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനു, എന്തായാലും ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള ലോകരാജ്യങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിക്കുന്നില്ല ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണമല്ലേ? വലിയ രീതിയിൽ സംഘർഷം മുന്നോട്ട് പോവുകയാണ്. ടെഹ്റാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് മനസ്സിലാക്കണമല്ലേ? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ടെഹ്റാനിൽ അടുത്ത നിമിഷങ്ങളിൽ കനത്ത ആക്രമണമുണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകുന്നത്. മാത്രമല്ല, ഡിഫൻസ് സ്പോക്സ്മാൻ വ്യക്തമാക്കുന്ന ഒരു പ്രധാന കാര്യം, ഇസ്രായേൽ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നു, പക്ഷേ ഇറാൻ ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊന്നും നൽകാതെയാണ് ടെൽ അവീവിലേക്ക് ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നത്. പക്ഷേ ഇസ്രായേൽ കുറച്ചുകൂടി ഒരു നഷ്ടം അല്ലെങ്കിൽ ജനങ്ങളുടെ മരണം ഒഴിവാക്കാനുള്ള ശ്രമം ആണ്. അതുകൊണ്ട് ടെൽ അവീവിൽ നിന്ന് ആളുകൾ മാറണം എന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ്. ഇത് വലിയ പ്രശ്നത്തിന് വഴിവെച്ചിരിക്കുന്നു. 3 ലക്ഷത്തിലധികം മനുഷ്യർ, അതായത് ടെഹ്റാനിൽ 21 ജില്ലകളാണുള്ളത്, ഡിസ്ട്രിക്ട്സ് ആണുള്ളത്. അതിൽ ഒരു സുപ്രധാനമായ ജില്ലയാണ് ഈ ഡിസ്ട്രിക്ട് 3. അവിടെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. അവിടുന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വാഹനങ്ങളുടെ നീണ്ട നിര, ആളുകൾക്ക് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, വലിയ പരിഭ്രാന്തിയാണ് അവിടെ ഇതുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ടെൽ അവീവിലേക്ക് ശക്തമായ മിസൈലുകളുടെ ഒരു കൂട്ടം തന്നെ വരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ യുദ്ധം കൂടുതൽ വ്യാപിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. പല രാജ്യങ്ങളും ഇറാനിൽ നിന്ന് അവരുടെ എംബസികൾ അടച്ച് അവിടുന്ന് പൗരന്മാരെ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഖാന അതിന് ആദ്യപടി എന്ന നിലയിൽ അവിടുത്തെ മുഴുവൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇന്ത്യക്കും അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും വൈകാതെ തന്നെ ഒഴിപ്പിക്കേണ്ടി വരും. സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് ഇവരെ മാറ്റിയെന്ന് പറയുമ്പോഴും അവർ നാട്ടിലേക്ക് മടങ്ങിയെത്താത്തതോടത്തോളം കാലം അത് രാജ്യത്തിന് വലിയ ആശങ്കയാണ്. അതുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്ന്, പ്രത്യേകിച്ച് ടെഹ്റാനിൽ നിന്ന് പൂർണ്ണമായും ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യം അവിടെ സംജാതമായിട്ടുണ്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ G7 ഉച്ചകോടി നാളെ കാനഡയിൽ ആരംഭിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. ഏതായാലും ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു, യുദ്ധം തുടരുന്ന ഒരു ഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്കും തങ്ങൾ ഇല്ല എന്ന ഒരു നിലപാട് ഖത്തറിനോട് വ്യക്തമാക്കിയിരിക്കുന്നു. മധ്യസ്ഥ ശ്രമങ്ങളുമായി ഖത്തർ വരുമ്പോൾ അതിന് തങ്ങൾ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ നടുവിലൊരു ചർച്ചയ്ക്കില്ല, ആദ്യം ഇസ്രായേലിൻ്റെ ഭാഗത്ത് വെടിനിർത്തൽ ഉണ്ടാകട്ടെ എന്ന നിലപാട് ആവർത്തിക്കുന്നു. അതേസമയം അമേരിക്കയുടെ ഈ എയർക്രാഫ്റ്റ് കാരിയറുകൾ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു എന്നത് കൂടുതൽ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. അവിടെ അമേരിക്കൻ US നിമിറ്റ്സും അതുപോലെ USS കാൾ വിൻസണും എന്ന 2 ഈ എയർക്രാഫ്റ്റ് കാരിയറുകൾ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നു, ഇറാന് സമീപത്തേക്ക് നീങ്ങുന്നു എന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. ബ്രിട്ടീഷ് HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന മറ്റൊരു കപ്പൽ UK-യുടേതും അങ്ങോട്ടേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ യുദ്ധം കൂടുതൽ ആശങ്കാജനകമാകുമോ എന്ന അത്തരത്തിൽ പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായി ഇന്ത്യക്കാരോട് ടെഹ്റാൻ വിടാൻ, അല്ലെങ്കിൽ ഉടൻ തന്നെ ടെഹ്റാനിൽ നിന്ന് മാറാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു നിർദ്ദേശം അത് എത്രമാത്രം പ്രാബല്യത്തിൽ വരുന്നുണ്ട്, എത്ര വേഗത്തിൽ ഇന്ത്യക്കാരെ അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴവരെ ഈ വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. പിന്നീട് അവരെ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങൾ. മനു, ഞാൻ വരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം അവിടുത്തെ മാധ്യമ സ്ഥാപനത്തിൽ നടന്ന ദൃശ്യങ്ങളാണ്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യം, മാധ്യമ സ്ഥാപനത്തിന് നേരെ പോലും ആക്രമണമുണ്ടായി. ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാധ്യമ പ്രവർത്തകരടക്കം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلود استادیوم
ടെഹ്റാനിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു മാധ്യമ സ്ഥാപനം അതിന്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ആക്രമണം ഉണ്ടായത്. ആ മാധ്യമ പ്രവർത്തക അവിടെ നിന്ന് മാറിപ്പോകും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണം. മനു ഭരത് തുടരുന്നുണ്ട്. മനു, അത്രമേൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഒരു മാധ്യമ സ്ഥാപനത്തിന് നേരെ പോലും ആക്രമണം ഉണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം അപ്രതീക്ഷിതമായി ഉണ്ടായതെന്നാണ്. മനു, തുടരാം. ഇതിൽ പലതും ഇസ്രായേൽ മുൻകൂട്ടി എടുത്ത ഒരു നീക്കം എന്ന തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇനി അടുത്ത ഘട്ടം ഇറാൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ, ആദ്യം മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കാണ് ആക്രമണം നടന്നത്. 30% അവരുടെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇനി അടുത്ത ഘട്ടത്തിലുള്ള ആക്രമണം ഇതുപോലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലേക്കും വാർത്താവിനിമയ സംവിധാനങ്ങളിലേക്കും ആയിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഇനി അടുത്തു വരുന്നത്. സ്വാഭാവികമായും അത് വാർത്താ കേന്ദ്രങ്ങളെയും റേഡിയോ നിലയങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അടുത്ത ഘട്ടത്തിൽ വരും എന്നാണ് സ്വാഭാവികമായും മനസ്സിലാക്കുന്നത്. ഏതായാലും ഇറാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഈ അധിനിവേശ ശ്രമമെന്ന് ഇറാൻ ഇതിനെ അവലംബിക്കുന്നു. ഇത് ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് ആ അധിനിവേശ ശ്രമത്തെ അപലപിക്കണം എന്നൊരു ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ അത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടും എന്നത് വ്യക്തമല്ല. മാത്രമല്ല, അത് അങ്ങനെ ഒരു അപലപനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രമേയം ഉണ്ടായാൽ തന്നെ അത് ഇസ്രായേൽ ഒരു തരത്തിലും അത് മുഖവിലയ്ക്ക് എടുക്കില്ല എന്ന കാര്യം കൂടി വ്യക്തമാണ്. ഏതായാലും ഇറാൻ ഐക്യരാഷ്ട്രസഭയുടെയും അതുപോലെ മനുഷ്യാവകാശ സംഘടനകളുടെയും ഒക്കെ പിന്തുണ ആണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ ഇതിനെ ശക്തമായി അപലപിക്കണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നു. ഏതായാലും ഇസ്രായേലിയുടെ ആക്രമണങ്ങളോട് ഇറാനും തിരിച്ചടിക്കുന്നു. ടെഹ്റാനിൽ നിന്ന് ആളുകൾ നീങ്ങുമ്പോൾ ഇറാനും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ തൊടുത്തുവിടുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഒരു മുൻപില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ആശങ്ക കൂടി പടരുകയാണ്. ഏതായാലും ടെഹ്റാനിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ഡിസ്ട്രിക്ട് 3-ൽ നിന്ന് ആളുകൾ മാറുന്നു എന്നതാണ്. ഇപ്പോൾ ഈ നേരത്തെ തന്നെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് തന്നെ ഇവിടെ വ്യക്തമാക്കിയിരുന്നത് അത് ഇറാൻ്റെ പ്രൊപ്പഗാൻഡ അവസാനിപ്പിക്കുക, അതിനുവേണ്ടിയാണ് ഇത്തരം കേന്ദ്രങ്ങൾ, അവരുടെ ടെലിവിഷൻ കേന്ദ്രങ്ങൾ, വാർത്താവിനിമയ ശൃംഖല, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകർക്കുന്ന ഒരു നീക്കം നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ തങ്ങൾക്കെതിരെ ഒരു ഇറാനിയൻ പ്രൊപ്പഗാൻഡ നടക്കുന്നു, ഒരു കുപ്രചരണം നടക്കുന്നു. അതിനെതിരെ ഉള്ള ഒരു ശക്തമായ ആക്രമണം എന്ന തരത്തിലാണ് ഇത് നടത്തുന്നത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന അറിയിപ്പ് കൂടി നൽകുകയാണ്. ഏതായാലും ഇത് ഇസ്രായേൽ ഇപ്പോൾ ഈ ആക്രമണങ്ങളിൽ നിന്ന് ആളുകൾക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കാനുള്ള ശ്രമം ഒരു വശത്ത് തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ യുദ്ധം മനുഷ്യരുടെ ജീവനെടുക്കുന്നു എന്നതിൽ തർക്കമില്ല. 220-ലധികം ആളുകൾ ഇറാനിൽ മരിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേലിലും സമാനമായ രീതിയിൽ മരണ നിരക്ക് ഉയരുകയാണ്. അപ്പോൾ ഇത് ഏത് തരത്തിൽ നിർത്തലാക്കുക അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ശ്രമത്തിന് വലിയ പ്രാധാന്യം ഇവിടെ വരികയാണ്. ഇത് എത്ര കണ്ട് ഇരു രാജ്യങ്ങളും അംഗീകരിക്കും എന്ന് പറയാനാകില്ല. ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും മനു, ഈ സംഘർഷം കുറയ്ക്കാൻ, ലഘൂകരിക്കാൻ ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെടൽ ഉണ്ടാകുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ ട്രംപിന് സാധിച്ചിട്ടില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. കാരണം ട്രംപ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഈ ആണവായുധ സംബന്ധിച്ചുള്ള കരാറുകളിൽ ഇറാൻ ഏർപ്പെടണമെന്നാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ട്രംപ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇറാന് ഇത് 60 ദിവസത്തിനകം ഇതിലൊരു തീരുമാനം എടുക്കണം ആണവ കരാറിനെ സംബന്ധിച്ച് എന്ന്. പക്ഷേ അത് ഇറാൻ അംഗീകരിച്ചില്ല. സ്വാഭാവികമായും ഇസ്രായേൽ ആക്രമിച്ച ഘട്ടത്തിൽ ഇത് ഇറാന് പുനരാലോചിക്കാനുള്ള രണ്ടാമത്തെ അവസരം എന്ന് ട്രംപ് പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ആയിട്ടും അത് സംബന്ധിച്ച് ഖത്തറും ഒമാനും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വന്നപ്പോൾ ഈ യുദ്ധത്തിൻ്റെ നടുവിൽ അതിന് സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇത്തരം ചർച്ചകൾക്ക് നിന്ന് ഇറാൻ പിൻവാങ്ങുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രശ്നം ഇറാന് മുന്നിൽ നിൽക്കുന്നു.
ഇപ്പോൾ ഈ രണ്ടാം ഘട്ട ആക്രമണത്തിൻ്റെ ഭാഗമായി അവരുടെ ടെലിവിഷൻ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നേരെ ആക്രമണം നടക്കുന്നു. സ്റ്റേറ്റ് ടെലിവിഷൻ ഇസ്രായേൽ മിസൈലുകളുടെ ഒരു കൂമ്പാരം കൊണ്ടാണ് ആക്രമിച്ചത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. മൾട്ടിപ്പിൾ എക്സ്പ്ലോഷൻസ് ആണ് അതായത് ആവർത്തിച്ചുള്ള ഈ സ്ഫോടന ശബ്ദങ്ങൾ ആണ് ടെഹ്റാന് പുറത്ത് കേൾക്കുന്നത് എന്ന വിവരങ്ങൾ വരുന്നു. ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പുകൾ വരുന്നു. അപ്പോൾ ഇറാനിയൻ ഫോഴ്സസും അതുപോലെ ഇസ്രായേലിലെ ടെൽ അവീവ് നഗരത്തിലുള്ള ആളുകളോട് ഇവാക്യുവേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ട് ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ടെൽ അവീവിൽ നിന്ന് ആളുകൾ അവിടെ നിന്ന് മാറണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ടെൽ അവീവിലേക്ക് കൂടുതൽ ആക്രമണം വരും എന്ന ഭീതിയാണ് ഇപ്പോൾ പരക്കുന്നത്. ടെൽ അവീവിൽ നിന്ന് മാറണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു.